അപ്പം നമ്മൾ തുടങ്ങാം. ഇന്നത്തെ പയാണ്. അപ്പോൾ വായിലേക്ക് ഇത് കാണുന്ന പലർക്കും ചോദിക്കാം, വണ്ടി ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി സാധാരണ ഒരു മലയാളിയെ പോലെ തന്നെ ഇതാണ് 2 ഡേറ്റ്സ്. ഇപ്പം ഏത് വർക്കൗട്ട് തുടങ്ങിയാലും ഇപ്പം കാർഡിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കുന്നത്. 5 റൗണ്ട്, ആദ്യത്തെ 5 റൗണ്ട് കഴിഞ്ഞു. അത്യാവശ്യം നമ്മൾ ആ ഗ്രൗണ്ടിൽ ആവും. നെക്സ്റ്റ് ടൈം 25 റൗണ്ട് ആബ്സിൻ്റെയും കുറച്ച് സ്ക്വാട്ടും ഇതാണ്. ഹലോ എവരിവൺ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൻ്റെ സെക്കൻഡ് ഡേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പപ്പായയുടെ പകുതി, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 ഗ്രാം ഒരാൾക്ക് എന്നുള്ള കണക്കിൽ. പിന്നെ ഒരു 10 ബോയിൽഡ് എഗ്ഗ്. ഈ എഗ്ഗ് എന്ന് പറയുന്നത് 6 എണ്ണം ഞാൻ കഴിക്കും, ബാക്കി 4 എണ്ണം മിനിയും കഴിക്കും. ആ 6 എണ്ണത്തിൽ തന്നെ 2 ഫുൾ എഗ്ഗും 4 എഗ്ഗ് വൈറ്റുമാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ പപ്പായ നല്ല മധുരമുള്ള, അതുപോലെ നല്ലപോലെ പഴുത്ത പപ്പായയാണ്. അപ്പം വായിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന പപ്പായയും എഗ്ഗും മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഒരുപാട് ടൈം എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ആണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഷോപ്പിങ്ങിന് നമ്മൾ എത്തിയിരിക്കുന്നത് കേശവദാസപുരത്തുള്ള സ്റ്റുഡിയോയിലാണ്. ഒരുപാട് കളക്ഷൻസ് ഇപ്പം റീസെൻ്റായിട്ട് സൺഡേ ആണ് നമ്മൾ ഈ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് അവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഡ്രസ്സല്ല, ഒരു ഷൂ വാങ്ങണം, പിന്നെ 2 സൺഗ്ലാസ് കൂടെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ സ്റ്റുഡിയോയെ ആശ്രയിച്ചത്. കൊള്ളാം കേട്ടോ. ഞാനിപ്പം ഈ കാലിൽ സൈസ് ചെക്ക് ചെയ്യുന്ന ഷൂ 300 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഷൂവിൻ്റെ വില എന്ന് പറയുന്നത് 600 രൂപയാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 45 ആണ് സൈസ് വരുന്നത്. അതായത് ഏകദേശം 12 ഇഞ്ച് തന്നെ സൈസ് വേണം. അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് ഷൂ അവൈലബിൾ അല്ല, പക്ഷേ സ്റ്റുഡിയോയിലെന്തോ നമുക്കത് കിട്ടും. അപ്പോൾ ദാണ്ടെ മിനി കുറേ തപ്പിയെടുത്ത് 45 തപ്പിയെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ വില 899 രൂപയാണ്. നല്ല മെറ്റീരിയലാണ്, നല്ല കംഫർട്ടാണ്, ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടാണ്, പിന്നെ അത്യാവശ്യം ലുക്കും ഉള്ള ഒരു ഷൂ ആണ്. അപ്പം ഇതൊരെണ്ണം എടുക്കാം എന്നുള്ള ചിന്ത, കാരണം ഇത് ഞാൻ നേരത്തെ നോക്കി വെച്ചതാണ്. സ്റ്റുഡിയോയിൽ കയറുന്ന സമയത്ത് നമ്മൾ മന്ത്ലി ഒരു പ്ലാനുണ്ട്. നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് ടോട്ടൽ ഒരു 2000 റുപ്പീസ് നമ്മൾ മാറ്റി വെക്കും ഡ്രസ്സ് പർച്ചേസിന് വേണ്ടിയിട്ട്. അത് ആൾറെഡി കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പോലെയാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു അധിക ചിലവാണ്, എങ്കിൽ കൂടി ആവശ്യമായതുകൊണ്ട് തന്നെ ഒരു ഷൂ നമ്മളിതിനകത്ത് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കൊള്ളാം, നല്ല കംഫർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷൂ തന്നെ എടുക്കാം. ഇനി അടുത്ത സൺഗ്ലാസ് ആണ്. മിനി ഓരോന്നോരോന്ന് പൊക്കിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കാണുന്ന പലർക്കും ചോദിക്കാം, എന്തിനു വേണ്ടിയിട്ടാണ് സൺഗ്ലാസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയെന്ന്. ഈ കേശവാസപുരത്ത് തന്നെ വളരെ കുറഞ്ഞ കളക്ഷൻസ് മാത്രമേ ഉള്ളൂ സൺഗ്ലാസിൻ്റെ. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിയടിക്കാതിരിക്കുക. ഈ ഒറ്റ പർപ്പസ് ഉണ്ടായിട്ട് മാത്രമാണ് അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്തത്. ടോട്ടൽ ഒരു ഒരെണ്ണത്തിന് 199 രൂപയാണ് വില വരുന്നത്. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങി സാധാരണ ഒരു മലയാളിയെ പോലെ തന്നെ കവർ വാങ്ങിച്ചില്ല, 10 രൂപ കളയാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ 2 പേരൂടെ ഇറങ്ങി. ഇന്നത്തെ ദിവസം നമ്മൾ വർക്കൗട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രീ വർക്കൗട്ട് മീലാണ് 2 ഡേറ്റ്സ്, 4 ആൽമണ്ട്, പിന്നെ നല്ല കട്ട കലിപ്പൊരു കോഫി. അതിനകത്ത് ഷുഗർ ഇല്ല കേട്ടോ. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 റൗണ്ട്, അതായത് 10 കിലോമീറ്റർ ഇന്ന് ജോഗിങ് ആണ്. വളരെ സ്പീഡിലൊന്നുമല്ല, ലൈറ്റ് ജോഗിങ് ആണ്. പാളയം സ്റ്റേഡിയത്തിലാണ് നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളത്. അപ്പം ഏത് വർക്കൗട്ട് തുടങ്ങിയാലും, ഇപ്പോൾ കാർഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് ആണെങ്കിലും, തുടങ്ങുന്നതിന് മുമ്പേ ബോഡി നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം സ്ട്രെച്ചിങ്ങിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് ബോഡിയുടെ ഏകദേശം എല്ലാ പാർട്ടും അലങ്ങുന്ന രീതിയിലുള്ള മസിൽസിനെയും ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മളൊരു വർക്കൗട്ട് തുടങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ബോഡിയെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ലാപ്പിൽ നമ്മൾ ഈ 10 കിലോമീറ്റർ
5 ലാപ്പുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഒറ്റ ലാപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 5 റൗണ്ട്, അതായത് 2 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ 5 റൗണ്ട്, ആദ്യത്തെ 5 റൗണ്ട് കഴിഞ്ഞു, ആവേശമൊക്കെ ഉണ്ട്. സെക്കൻഡ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ആ ഗ്രൗണ്ടിൽ 16-18 റൗണ്ട് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലെഗ് മസിലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിർത്തുക. പിന്നെ 11 to 15 റൗണ്ടിലേക്കാണ് ഈ ഒരു ഓട്ടം ലീഡ് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസ് കുത്തി നിറച്ച് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ഒരു റണ്ണിങ്. അങ്ങനെ ഓരോ 5 റൗണ്ട് കംപ്ലീറ്റ് കഴിയുമ്പോഴും ഒരു റൗണ്ട് നടത്തം. അങ്ങനെയാണ്. അങ്ങനെ ഏകദേശം 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു 20 റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 8 കിലോമീറ്ററോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കാരണം ഓവറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവും. നെക്സ്റ്റ് ടൈം 25 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ കൂടുതലും കാർഡിയോ വർക്കൗട്ടാണ്. അതിനോടൊപ്പം തന്നെ ആബ്സിൻ്റെയും കുറച്ച് സ്ക്വാട്ടും ലെഗിനും വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഭയങ്കരമായിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ വെള്ളം എത്ര കുടിച്ചാലും ദാഹം മാറില്ല. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. അതായത് കുറച്ച് നാരങ്ങ നീര്, സാധാ തിളപ്പിച്ചാറിയ വെള്ളം, അതിൻ്റെ കൂടെ ഉപ്പ്, കുറച്ച് തേൻ ഓപ്ഷണലാണ്. ഇത് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. നമ്മൾക്ക് ഒറ്റ വലിക്ക് അങ്ങ് എടുക്കും. കാരണം വെള്ളം കുടിച്ച് പണ്ടാരം അടക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തതുപോലെ തന്നെ എക്സസൈസ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പം എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഇന്ന് തൊട്ട് ഒരു 10 മിനിറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിവിടെ നിർത്താം.